ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴിപ്പള്ളി ബീച്ചിലാണ്. ഇവിടെ വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 6:30ആയി. പ്രകൃതി സൗന്ദര്യമുള്ള ബീച്ചാണ് കുഴിപ്പള്ളി ബീച്ച്. പൈസയിലാണെങ്കിൽ നമുക്ക് ചെറായി, പള്ളിപ്പുറം, പുതുവൈപ്പുള്ള മരമ്പം വരെ പോവാം. ഒരു ചൂളമരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി ഓലക്കൂടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കാൻ വിസിറ്റേഴ്സിനിരിക്കാൻ കാര്യങ്ങളൊക്കെ തന്നെ ചൂളമരം പിടിപ്പിച്ചാണ്. കാർ പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കിടക്കണ അറ്റം വരെയാണ് കിടക്കുകയാണ് ബീച്ച്. ഇത് 25 കിലോമീറ്റർ 30 കിലോമീറ്റർ വൈപ്പിങ്ങ നേരെ ബീച്ചാണ് പോകുന്നത്. അപ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് വൈപ്പിൻ ഐലൻഡ്. ഈ സൈഡ് പടിഞ്ഞാറ് സൈഡിൽ കടലും കിഴക്കേ സൈഡിൽ പുഴയാണ്. പിന്നെ നേരെ പുതുവൈപ്പ് ബീച്ച് തുടങ്ങി നമുക്ക് മലമ്പം ബീച്ച് വരെ നേരെ നടന്നു പോകാൻ പറ്റും. അതൊരു പ്രത്യേകത. കണ്ടില്ലേ, നമുക്ക് അറ്റം വരെ പോകാം. അറ്റം പോലുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് ഓലക്കൂടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓലക്കൂടയും കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല ക്ലൈമറ്റ് ആയിരിക്കും. നല്ലൊരുക്കി ഓലക്കൂടെയൊക്കെ വെച്ച് പിടിപ്പിച്ച് ചൂളമരം കൂടുതൽ ചൂളമരത്തിൻ്റെ ഇതാണ്. ചൂളമരം വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അത് ഡേഞ്ചറല്ല, കുളിക്കാനൊക്കെ പറ്റും. ബീച്ച് സൗകര്യമുള്ള ബീച്ചാണ്. തിരമാല അത്ര കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ തന്നെ റിസോർട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഓലക്കൂട വെച്ച് ഇഷ്ടംപോലെ ഓലക്കൂട ഭാഗത്ത് ഇഷ്ടംപോലെ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. ഇപ്പം സമയം 6 കഴിഞ്ഞിട്ടും നമുക്കൊരു സൂര്യാസ്തമയത്തിൻ്റെ സമയമൊന്നും ആയിട്ടില്ല. പ്രത്യേക ഒരു കാലാവസ്ഥയാണ്. ഞങ്ങൾക്കിവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്. ലൈഫ് ഗാർഡ് ഓൾറെഡി ഇവിടെ കുളിക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുള്ള ലൈഫ് ഗാർഡൊക്കെ ഓൾറെഡി ഉണ്ട് ഇവിടെ. പിന്നെ കാർ പാർക്കിംഗ് ഏരിയ, പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി. ഓക്കെ, ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞ്. ഞാൻ മെയിൻ എൻട്രൻസ് വന്നത്. ഇവിടെ എൻട്രൻസ് വരും. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഡേഞ്ചർ ഏരിയ ആണത്. ഡേഞ്ചറല്ല, കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതാണ് ഈ ചുവന്ന ഫ്ലാഗ് വെച്ചാണ്. അപ്പുറത്തും ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, ചുവന്ന ഫ്ലാഗ്. ഇത് ഓൾറെഡി ഇപ്പോൾ നമുക്ക് ചെറായി, പള്ളിപ്പുറം, പുതുവൈപ്പല്ല പള്ളിപ്പുറം മൻമ്പം വരെ നടന്നു കാണിക്കും. ലെഫ്റ്റ് സൈഡാണെങ്കിൽ നേരെ നമുക്ക് കർണാടകനക്കാട്, നായരമ്പലം, പിന്നെ പുതുവൈപ്പ് ബീച്ച് അറ്റം വരെ പോകാം. സൂര്യാസ്തമയത്തിൻ്റെ ഇത്ര ടൈമിൽ അസ്തമയം ആയിട്ടില്ലെന്ന് തോന്നുന്നു. എന്നറിയില്ല, മഴയില്ല, ക്ലൈമറ്റ് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും പിന്നെ ബെൽ ബട്ടണും നിങ്ങൾ തോന്നുന്നു ഒന്ന് ചെയ്യണം കേട്ടോ, പ്ലീസ്. ഓക്കെ, താങ്ക് യു.